നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമിസ്റ്റർ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് പലർക്കും വരുന്ന സംശയമാണ്. അപ്പോൾ ആ സംശയത്തിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം നമുക്ക് സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അസൈൻമെന്റ് ഒക്കെ എല്ലാവരും റിട്ടേൺ ചെയ്യുന്ന ടൈം ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെന്റ് ആണ് വരുന്നത് എന്നുള്ളത്. അപ്പം ഓരോ സബ്ജക്റ്റും ഏതാണ് സെറ്റ് 1, സെറ്റ് 2 എന്നുള്ള രീതിയിലാണ് അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കുക. അതായത് ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ എന്നുള്ള രൂപത്തിലാണ് അസൈൻമെന്റ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ എല്ലാവരും അസൈൻമെന്റും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യാം. പ്രോപ്പറായിട്ട് തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് റിട്ടേൺ ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, അസൈൻമെന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അസൈൻമെന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജിൽ വെക്കാനായിട്ട് അസൈൻമെന്റിന്റെ ഫ്രണ്ട് ഷീറ്റ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട് ഷീറ്റ് ഏത് മാർക്കിന്റെ ഫ്രണ്ട് ഷീറ്റ് ആണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അതൊരു 10 MB ഫയലായിട്ട് PDF ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് നിങ്ങളുടെ അസൈൻമെന്റ് ഡയറക്റ്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ആ ഒരു രൂപത്തിലല്ല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നേരിട്ടുള്ള സബ്മിഷൻ ഒഴികെ നമുക്കിപ്പം ഓൺലൈൻ സബ്മിഷൻ ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ PDF ഫയൽ രൂപത്തിലായിട്ട് വേണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സ്റ്റുഡന്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യാം. അതായത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ അസൈൻമെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് സെറ്റ് 1, സെറ്റ് 2 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് അസൈൻമെന്റ് സെറ്റ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും സെറ്റ് 2 എന്ന് പറയുന്നത് അനലിറ്റിക്കലും ആണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾ 2 PDF ആയിട്ട് തന്നെ ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെന്റ് ആണ് വരുന്നത്. അത് രണ്ടും 2 PDF ആയിട്ട് തന്നെ വേണം നിങ്ങൾ റിട്ടേൺ ചെയ്യാനും അല്ലെങ്കിൽ PDF രൂപത്തിലേക്ക് മാറ്റാനും നിൽക്കേണ്ടത്. ആ ഒരു PDF ആണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളുടെ കംപ്ലീറ്റ് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടെ നിന്ന് തന്നെ ചെയ്തു തരുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 10 MB കൂടാൻ പാടില്ല. അതുപോലെ തന്നെ 10 MB ആയിരിക്കണം മാക്സിമം നമുക്ക് ഈ ഒരു ഇതിന്റെ PDF ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അസൈൻമെന്റ് റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.